ഹലോ ഫ്രണ്ട്സ്, ഈസി സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പേപ്പർ ബോട്ട്സിൻ്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ഗുഡ് ഗൈഡൻസ്. In no time a boat was ready and then a few more. Finally, she gave all the boats to Anna and said, "Here, go and have fun." Clutching the boats tightly, Anna started walking hastily towards the stream. The boy was still there. He looked at her curiously. Anna took out two not so good boats and held them out. "Hey, here you are." She handed the boats over to the boy without the trace of a smile. The boy took them and just stood there quietly. He did not know what to say. ഗുഡ് ഗൈഡൻസിൻ്റെ ടോപ്പിക്ക് നോക്കുമ്പോൾ നമുക്ക് മുന്നത്തെ ഇതിൽ കണ്ടത് ആണ്ടിനോട് വന്ന് പറയുന്നതാണ്. അന്ന ആണ്ടിനോട് വന്നിട്ട് ഒരു ഫാറ്റ് ബോയ് തൻ്റെ ബോട്ട് മറിച്ചിട്ട കാര്യം പറഞ്ഞപ്പോൾ അന്നയുടെ ആണ്ട് പറഞ്ഞു, ആ കുട്ടിക്കും നമുക്ക് കുറച്ച് ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അവൾ ശരിവെച്ചു. എന്നിട്ട് ആണ്ട് കുറേ ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ഒരു പാട്ടിൽ കാണിക്കുന്നത്. ഇൻ നോ ടൈം എ ബോട്ട് വാസ് റെഡി ആൻഡ് ദെൻ എ ഫ്യൂ മോർ. കുറച്ചുകൂടി ബോട്ട്സ് ആണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെഡ്, "ഹിയർ, ഗോ ആൻഡ് ഹാവ് ഫൺ." പോയി കളിച്ചോളൂ എന്ന് പറയും. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി, അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹിസ്റ്റൻ്റ്ലി ടുവേർഡ്സ് ദ സ്ട്രീം. കയ്യിൽ കിട്ടിയ ബോട്ട്സൊക്കെ കയ്യിൽ മുറുകെ പിടിച്ച് അന്ന സ്ട്രീമിനടുത്തേക്ക് നടന്നു. ചെറിയ മടിയുണ്ടായിരുന്നു. ആ ബോയിയെ കണ്ടവൾ നേരത്തെ പേടിച്ചിരുന്നു. അതുകൊണ്ടാവാം ചെറിയ മടിയുണ്ടായത്. ദ ബോയ് വാസ് സ്റ്റിൽ ദെയർ. ആ കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് അറ്റ് ഹർ ക്യൂരിയസ്ലി. അവളെ ആ കുഞ്ഞ് നോക്കി. ആ കുട്ടി അവളെ നോക്കി. അന്ന ടുക്ക് ഔട്ട് ടു നോട്ട് സോ ഗുഡ് ബോട്ട്സ് ആൻഡ് ഹെൽഡ് ദെം ഔട്ട്. അപ്പോൾ ആ അന്ന ഒരു മോശമില്ലാത്ത 2 ബോട്ട് എടുത്തിട്ട് ആ കുട്ടിക്ക് കൊടുത്തു. ഹിയർ യു ആർ, ഇതാ. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. ചിരിയൊന്നും വന്നിട്ടില്ല അവളുടെ മുഖത്ത്. അവൾ വേഗം ആ ഒരു ബോട്ട് എടുത്ത് കയ്യിൽ കൊടുത്തു. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദെയർ ക്വയറ്റ്ലി. ആ കുട്ടി അത് വാങ്ങി ഒന്നും മിണ്ടാതെ നിന്നു. ഒന്നും പറഞ്ഞില്ല അവൻ. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്താണ് പറയേണ്ടത്. കുട്ടി അന്ന ദേഷ്യപ്പെടുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ അന്നയൊന്നും പറഞ്ഞില്ല. 2 ബോട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ഡിഫിക്കൽട്ട് വേർഡ്സ് എന്ന് പറയുന്നത് ക്ലച്ചിങ്, മുറുകെ പിടിച്ചു, ക്യൂറിയസ്ലി കൗതുകത്തോടെ, ഹെസിറ്റൻ്റ്ലി മടിയോടെ. ഗൈഡൻസ് അറിയാം, മാർഗനിർദ്ദേശം. ഗുഡ് ഗൈഡൻസ് മീൻസ് നല്ല മാർഗനിർദ്ദേശം. ക്വയറ്റ്ലി മിണ്ടാതെ എന്നൊക്കെയാണ് ഇതിനകത്തുള്ള ന്യൂ വേർഡ്സ് മക്കൾക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. എ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അന്ന ജെന്റ്ലി ലോഞ്ച് ഹർ ബോട്ട്. Swiftly the boat sailed down the stream. The boy stood there watching it. A faint smile appeared on his lips. Anna looked at the boy through the corner of her eyes. Suddenly she saw the boat getting caught in a heap of mud and stones. Water splashed against it and slowly flooded it. In a flash, the boy jumped into the stream and pulled the boat out of the water. He gave it to Anna. She took the boat and smiled. The boy smiled back pleasantly. Anna gently placed another boat in the stream. It sailed swiftly and drifted past. Soon it was out of sight. Anna and the boy looked at each other and smiled. Here, a true friendship എന്ന് പറഞ്ഞാൽ അറിയാം, സത്യസന്ധമായ ഒരു ചങ്ങാത്തം. അവർ 2 പേരും ചങ്ങാതിമാരായോ എന്ന് നമുക്ക് നോക്കാം. അന്ന ജെന്റ്ലി ലോഞ്ച്ഡ് ഹർ ബോട്ട്. അന്ന മെല്ലെ അവളുടെ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി. നല്ല ഒഴുക്കുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. പെട്ടെന്ന് ഒഴുകി അതങ്ങ് താഴേക്ക് പോയി. ദ ബോയ് സ്റ്റുഡ് ദെയർ വാച്ചിങ് ഇറ്റ്. ആ കുട്ടി, ആ ഒരു ഫാറ്റ് ബോയ് അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു പുഞ്ചിരി അവൻ്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. ഫെയിൻറ്റ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹിസ് ലിപ്സ്. അന്ന ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുന്നത് കണ്ട് ആ കുഞ്ഞ് ഒന്ന് ചിരിച്ചു. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹർ ഐസ്. അന്ന മെല്ലെ ഇടം കണ്ടിട്ട് നോക്കി ആ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന്. നേരത്തെ ഒന്നും ചിരി വന്നിരുന്നില്ല അന്നയ്ക്ക്. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ ദ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. പെട്ടെന്ന് അന്നയുടെ ബോട്ട് കുറച്ച് ചെളിയും മണ്ണും കല്ലൊക്കെ ഉള്ളിടത്തേക്ക് പെട്ടെന്ന് അവിടെ സ്റ്റക്കായി.
വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. പെട്ടെന്ന് വെള്ളം അതിൻ്റെ മുകളിലേക്ക് തെറിച്ചു. ഇൻ എ ഫ്ലാഷ് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം ആൻഡ് പുൾഡ് ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. പക്ഷെ എന്താ ഉണ്ടായത്? ആ ബോയ് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ബോട്ട് എടുത്തിട്ട് അന്നയുടെ കയ്യിൽ കൊടുത്തു. ഹി ഗേവ് ഇറ്റ് ടു അന്ന. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽ. അന്ന അത് വാങ്ങി ചിരിച്ചു. അവൾക്ക് ഇപ്പോൾ ചിരി വന്നു. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. ആ കുട്ടിയും ചിരിച്ചു. ശരിക്കും പറഞ്ഞാൽ അവരിപ്പോൾ ഫ്രണ്ട്സായി മാറി. അന്ന ജെൻ്റ്ലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ടു ദ സ്ട്രീം. അങ്ങനെ അന്ന വേറെയും ബോട്ട് ഇട്ടു, വെള്ളത്തിലേക്ക് ഇട്ടു. ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. വേഗം അതും അതുപോലെ ക്യുക്കായിട്ട് അങ്ങ് പോയി, വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. കണ്ണിൽ കാണാൻ പറ്റാത്ത ദൂരത്തിലേക്ക് അത് ഒഴുകി അങ്ങ് പോയി. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽ. ആദ്യത്തെ ബോട്ട് പെട്ടെന്നൊരു മഡിൽ ചെളിയിലൊക്കെ കുടുങ്ങിയിരുന്നു. പക്ഷേ ഇട്ട ബോട്ട് വേഗം ഒഴുകി അങ്ങ് പോയി. അന്നയും കുട്ടിയും പരസ്പരം നോക്കി ചിരിച്ചു. അതിൻ്റെ അർത്ഥം അവരിപ്പോൾ ദേഷ്യമൊക്കെ മാറി അവരിപ്പോൾ ഫ്രണ്ട്സായി അല്ലേ? കുട്ടികൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഡിഫിക്കൽട്ട് വേർഡ്സ് ജെൻ്റ്ലി, സ്വിഫ്റ്റ്ലി ഇതൊക്കെ നേരത്തെ പേജിൽ കണ്ടതാണ്. ജെൻ്റ്ലി, ലോഞ്ച്ഡ്, സ്വിഫ്റ്റ്ലി മീനിങ്സ് ക്വിക്ക്ലി എന്നർത്ഥം, പെട്ടെന്ന്. സ്പ്ലാഷ്ഡ് തെറിപ്പിച്ചു, വെള്ളം തെറിപ്പിക്കുമ്പോൾ വാട്ടർ സ്പ്ലാഷ് എന്ന് പറയില്ലേ. ഹീപ്പ് മീൻസ് ഹീപ്പ് ഓഫ് മഡ് മീൻസ് മഡിൻ്റെ ഒരു കൂന എന്ന് പറയില്ലേ, കുറച്ച് ചെളിയുടെ കൂട്ടം. പിന്നെ പ്ലസൻ്റ്ലി പ്രസന്നമായി ചിരിച്ചു, സന്തോഷത്തോടെ ചിരിച്ചു എന്നുള്ള അർത്ഥം. പ്ലസൻ്റ്ലി. ഡ്രിഫ്റ്റഡ് സെയിൽഡ് ഒഴുകിപ്പോയി. അപ്പോൾ ബാക്കിയുള്ള വേർഡ്സൊക്കെ മക്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കോട്ട് സ്പെല്ലിങ് പഠിക്കണം. സ്പെല്ലിങ് എന്തായാലും എക്സാമിന് ചോദിക്കും. സ്വിഫ്റ്റ്ലി, ജെൻ്റ്ലി, പസിൽസൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക. അതുകൊണ്ട് മക്കൾ എന്തായാലും സ്പെല്ലിങ് കുറച്ച് മനസ്സിൽ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ.